ഈശോയിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വചനഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഒരുപാട് വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വചനഭാഗമാണിത്. പ്രത്യേകിച്ച് ലത്തീൻ റൈറ്റിലെ വിശുദ്ധ കുർബാനയിലൊക്കെ കർത്താവെ, അങ്ങന്റെ വീട്ടിൽ വരാൻ വേണ്ട യോഗ്യത എനിക്കില്ല, അങ്ങൊന്ന് കൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും എന്നൊക്കെ പറയുന്ന വിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ട് മുമ്പുള്ള ഭാഗമൊക്കെ ഈ ഒരു വചനഭാഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉള്ളതാണ് എന്നുകൂടെ നമുക്കറിയാം. തീർച്ചയായിട്ടും ഈ വചനഭാഗം ആ ശതാധിപന്റെ ആഴമേറിയ വിശ്വാസത്തെ ഈശോ പ്രകീർത്തിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം യേശുക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസമുണ്ടോ അതിനനുസരിച്ച് നമ്മളിൽ കൃപയും അനുഗ്രഹവും ലഭ്യമാകും എന്ന് വ്യക്തമായിട്ട് ഇത് പഠിപ്പിക്കുക. പക്ഷെ എൻ്റെ മനസ്സുടക്കിയത് ഈ വചനഭാഗത്ത് തന്നെ 7-ാമത്തെ വചനത്തിലാണ്. ഈശോ പറയുകയാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ആ ശതാധിപൻ പറയുന്നുണ്ട്, കർത്താവ് എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. അപ്പോൾ ഈശോ പറയുന്നതാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. 115-ാമത്തെ സങ്കീർത്തനത്തില് 12-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നോക്കിക്കേ, ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മൾ കാണുകയാണ്. അതായത് നമ്മെക്കുറിച്ച് വിചാരമുള്ള, നമ്മെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവമുണ്ട്, അവിടെ നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആഴമായ വിശ്വാസം. പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യം. നമ്മുടെ ഈശോയ്ക്ക് നമ്മളെക്കുറിച്ച് കരുതലുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കരുതലുള്ള ഒരു മാതാവും പിതാവും അവർക്ക് മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം അങ്ങ് കൊടുക്കുകയല്ല, ആണോ? അല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ ആവശ്യമേതെന്ന് വ്യക്തമായി കണ്ട് അവര് തിരിച്ചറിഞ്ഞ് അതവർക്ക് അനുവദിച്ചു കൊടുക്കുക. ഇതുപോലെയാ ദൈവത്തിന്റെ കരുതല്. നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന സകല കാര്യങ്ങളും നമുക്ക് ലഭ്യമാകുന്നില്ലാതെ വരുമ്പോ അത് കർത്താവിന്റെ കരുതലില്ലായ്മയാണ് എന്ന് കരുതിയേക്കരുത്. മറിച്ച് ദൈവത്തിന് കരുതലുണ്ട്, ഈശോയ്ക്ക് കരുതലുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു പാഠം കൂടെ ഉണ്ട്. എന്താണത്? ഈ കർത്താവിനെ സ്വീകരിച്ച, ഈ കർത്താവിന്റെ നാമത്തിൽ ജീവിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ കരുതൽ വേണം. വേണ്ടേ? ഈ കരുതൽ നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിക്ക് ഈ ഒരു കരുതൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ അവൻ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന, ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. എഫെസോസ് ലേഖനത്തിന്റെ 2:10 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുൻപേ ചില പദ്ധതികൾക്ക് വേണ്ടി, ദൈവത്തിന്റെ ചില പദ്ധതികൾ ദൈവത്തിലൂടെ നമ്മളിലൂടെ നിർവഹിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ചില പദ്ധതികൾ ഈ ലോകത്തിൽ നിർവഹിക്കാനുള്ളവരാണ് എന്നുള്ള അടിസ്ഥാനപരമായ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം. എങ്കിൽ മാത്രമേ ഈ കരുതൽ മറ്റുള്ളവരോട് കാണിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. നമുക്ക് മറ്റുള്ളവരെ കുറിച്ചൊരു വിചാരം ഉണ്ടാവുള്ളൂ. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഉപഭോഗ സംസ്കാരത്തിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടാമെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെയല്ലേ? പക്ഷെ അങ്ങനെയല്ല, എന്നെ കൊടുക്കാന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കൃപയിലേക്ക്, ഒരു ചൈതന്യത്തിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഈ ലോകത്തിൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോ എന്നെ കൊണ്ട് ദൈവത്തിനൊരു വ്യക്തമായ പദ്ധതിയുണ്ട്. ഈ ലോകത്തിലേക്ക് ദൈവം എന്നെ അയച്ചെങ്കിൽ എന്നിലൂടെ ദൈവം നിർവഹിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് കരുതൽ വേണം. ജീവിത പങ്കാളിയെ കുറിച്ചാകാം, മക്കളെ കുറിച്ചാകാം, നമ്മുടെ അയൽവാസികളെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ആകാം. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരെ കുറിച്ചും കരുതലുള്ള, അപരനെ കരുതുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടേത് മാറേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഈശോ പറഞ്ഞു വെച്ചത്. യോഹന്നാന്റെ സുവിശേഷം 8:12 ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്നില്ലേ. മത്തായി സുവിശേഷം 5:14 ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. വീണ്ടും 5:16 ഈശോ പറയുകയാണ്, മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ എന്താണത്? നമ്മുടെ ജീവിതത്തിന്റെ സത്പ്രവർത്തികളുടെ വെളിച്ചം ഇങ്ങനെ സമൂഹത്തിൽ പ്രസരിക്കുമ്പോഴാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ചൈതന്യം എന്നാന്ന് മറ്റുള്ളവർ അറിയുന്നത്. ഇത് വേണ്ടേ? പ്രിയപ്പെട്ടവരെ, വേണം. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. ഈശോ
കരുതലുള്ളവനായിരുന്ന പോലെ, ഞാൻ വന്ന് സുഖപ്പെടുത്താമെന്ന് പറയുന്നത് പോലെ, നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ആവശ്യങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലണം. എന്നിട്ട് ഒരു കരുതലുള്ള ജീവിതമായിട്ട് നമ്മുടേത് മാറണം. അതാണ് യഥാർത്ഥ ദൈവരാജ്യ പ്രഘോഷണം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നമ്മെ നയിക്കട്ടെ. ദൈവത്തിന് സ്തുതി.